നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിന്റെ വീട്ടിന്നേ എന്തൊക്കെ കൊണ്ടുവന്നു തുറന്നു നോക്കിയാലോ? പിന്നെ നോക്കാടി. ഒന്ന് തുറന്നു കാണിക്കടി, നല്ല നാടൻ ഐറ്റംസ് ആയിരിക്കും. നിന്റെ മനയിലെ രുചി ഓർത്തിട്ട് ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുവാ. ഞാനൊന്ന് റിലാക്സ്ഡ് ആവട്ടെടി, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇപ്പൊ തന്നെ നല്ല മണം. ഞങ്ങളിത് കഴിക്കാതിരുന്ന നിന്റെ മുത്തശ്ശനും ഓപ്പോളിനും വിഷമാവില്ലേ? ഞങ്ങള് കഴിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ ആർത്തി കാണിക്കാതെ, ഇതെല്ലാം നാളെയും കഴിക്കാലോ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എന്റെ വീട്ടിൽ നിന്നാരും ഇങ്ങനെയുള്ള സാധനം കൊണ്ടുവരാറില്ല. നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കണ്ടപ്പോ അത് എന്റെ വീട്ടിൽ നിന്നാന്ന് തോന്നിപ്പോയി. ഞങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ നിന്ന് ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നതായി നിനക്ക് ഓർമ്മയുണ്ടോ വെറുതെ? അയ്യോ, തമ്മി കാണുമ്പോ ഏതെങ്കിലും ഹോട്ടലിൽ വിളിച്ചുകൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചു തരുന്ന പേരൻസ് എന്റേത്. എന്റെ അമ്മയുടെ കൈകൊണ്ട് എനിക്കെന്തെങ്കിലും ഉണ്ടാക്കി തന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഷൈനി, കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുമ്പോ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാര് വന്ന് അവർക്ക് ഫുഡ് വാരി കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു തവണയെങ്കിലും എന്റെ അമ്മയും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമുണ്ട്. പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ അടുത്ത് നിൽക്കുന്നില്ല എന്ന് പോലും എന്റെ അമ്മ ഓർക്കാറില്ലെന്ന്. കിരൺ, നിന്റെ മുത്തശ്ശനും ഓപ്പോളൊക്കെ വല്ലപ്പോഴെങ്കിലും നിന്നെ കാണാൻ വരുമ്പോ എന്നെ കാണാൻ എന്റെ ആരും വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്നേഹം എന്താന്ന് നിന്റെ മുത്തശ്ശൻ എന്നെ തലോടുമ്പോഴൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നാ എന്റെ പപ്പ എന്നെ ചേർത്ത് പിടിച്ചതായിട്ട് എനിക്ക് ഓർമ്മ പോലുമില്ല. നിന്റെ വീട്ടുകാര് ഞങ്ങളുടെ കൂടെ വീട്ടുകാരാടി. അവര് കൊണ്ടുവന്നതെല്ലാം ഞങ്ങൾക്കും കൂടിയാ. നീ അങ്ങനെ പറയരുതായിരുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് ഉള്ളതല്ലേ? ഇതെടുത്ത് കഴിക്കാൻ നിങ്ങൾ എന്തിനാ എന്റെ അനുവാദം ചോദിക്കുന്നേ? അനുവാദം ചോദിക്കുമ്പോഴല്ലേ നമുക്കിടയിൽ അകലം വരുന്നേ? അനുവാദം ആര് ചോദിച്ചേ? ഇവളല്ലേ? ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിക്കുന്നുമില്ല. ഞാൻ തുറക്കാം. എന്ത് മണമാടി ഇത്? സൂപ്പർ, നന്നായിട്ടുണ്ട്. അതെ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണയില് ഓപ്പോള് ചുട്ടെടുത്തതാ ഇതെല്ലാം. വേറെന്തൊക്കെയോ ഉണ്ടല്ലോ. എല്ലാം എടുക്കല്ലേ? എല്ലാം കൂടെ തീർക്കാതെ നാളെ കൂടെ കഴിക്കാനുള്ളതാ. അതിനെന്താ? പതുക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. മതി മതി, ബാക്കി നാളെ എടുക്കാം. അതെ, നീ തനിച്ച് അമ്പലത്തിൽ പോകുന്ന പരിപാടിയില്ലേ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. അതെ, ഇനി എവിടെ പോയാലും നമ്മൾ ഒരുമിച്ച് പോയാ മതി. അത് ശരിയാട്ടോ. ഇവളുടെ പേര് നമ്മൾ എന്തുമാത്രം തീരുന്നു. മതി. ആ, അതിരിക്കട്ടെ. ഇവളും ആരവും കൂടി ഒരു കുഴി വീണെന്ന് പറഞ്ഞല്ലോ. അവിടെ നടന്ന എന്താന്ന് ഇവള് പറഞ്ഞില്ലല്ലോ. അതെ, ബാക്കി എല്ലാം ഇവള് പറഞ്ഞു. കുഴിയിലെ ഡ്രാമ മാത്രം ഇവള് പറഞ്ഞില്ല. അവിടെ എന്താ നടന്നേ? സത്യം പറ. നിങ്ങൾ ആരും സംശയിക്കണ്ട, അവിടെ ഒന്നും നടന്നിട്ടില്ല. പാവ ആരവ് പേടിച്ചിരിക്കായിരുന്നു. നിന്നെ കണ്ടിട്ടാണോ പേടിച്ചേ? പേടിക്കാൻ ഞാനെന്താ ഗോസ്റ്റ് ആണോ? ഒരു പെണ്ണും ചെക്കനും തനിച്ചൊരു സ്ഥലത്ത് ചെന്ന് പെട്ട അവിടെ എന്തൊക്കെ നടക്കും ഊഹിച്ചൂടെ? എന്നാലേ നിങ്ങൾ ഊഹിക്ക്. ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ എനിക്ക് താല്പര്യമില്ല. വൃന്ദേ, എനിക്കൊരു സംശയം. ആ കുഴിയിലെ അത്രയും സമയം നിങ്ങൾ എന്തെടുക്കായിരുന്നു? ആ, മണ്ണ് വാരി കളിക്കായിരുന്നു. ദേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ ചോദിക്കല്ലേ. ആ വിഷയം വിട്ടേക്ക്. ഇന്ന് നമ്മള് കാരണം എല്ലാവരും പ്രതിസന്ധിയിലായി. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവരുത്. എല്ലാരും പോയി കുളിച്ച് ഫ്രഷ് ആയ.
ഈ പ്രശ്നം ഇങ്ങനെയാകുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ എത്ര ഭംഗിയായി കളിച്ചു, ഒരു ലൂപ്പ് ഹോള് പോലും ഇല്ലാതെ ബോൾ ഗോൾ പോസ്റ്റ് വരെ എത്തി. ഒടുവിൽ സെൽഫ് ഗോളായി പോയല്ലോ അലീനെ. നിർത്തടി. സ്വന്തം പരാജയത്തെ പറ്റി ചർച്ച ചെയ്യണ്ട. എതിർ ടീം എങ്ങനെയാ ജയിച്ചതെന്ന് ചിന്തിക്ക്. സ്വയം പഴിക്കാൻ നിനക്കൊക്കെ നാണമില്ലേ? നമ്മുടെ പ്ലാൻ 5 സുന്ദരികൾ മണത്തറിഞ്ഞ പോലല്ലേ തകർത്തു കളഞ്ഞത്. അവരിവിടെ ഇല്ലാതിരുന്നിട്ടും നമ്മുടെ നീക്കം അവരെങ്ങനെ മനസ്സിലാക്കി? 5 സുന്ദരികൾ പറഞ്ഞത് നിങ്ങൾ അങ്ങ് വിശ്വസിച്ചോ? പോലീസും റീനാമയും ഗബ്രിയലും വിശ്വസിച്ചില്ലേ? വൃന്ദയുടെയും മുത്തശ്ശനും ആന്റിക്കും വരെ വിശ്വാസമായി. അപ്പോ നമ്മളും വിശ്വസിച്ചല്ലേ പറ്റൂ. നിങ്ങൾ വിശ്വസിച്ചോ? ഞാനത് വിശ്വസിക്കില്ല. അവളുടെ പ്രായം കഴിഞ്ഞല്ലേ നമ്മൾ വന്നേ. നമ്മളെ സീനിയേഴ്സ്. നീ എന്താ പറഞ്ഞു വരുന്നത്? 5 എണ്ണവും തരികിട പണിയെ ഒപ്പിച്ചിരിക്കുന്ന. അവർ കൊളിക്കാൻ എന്തോ ഉണ്ട്. അതെന്താ? അതിനെക്കുറിച്ചല്ലല്ലോ ആരും ചിന്തിക്കുന്നേ. ഡോക്ടർ ഗബ്രിയലിനെ പോലെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിട്ട് പോലും 5 സുന്ദരികളുടെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിനക്ക് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ പറ. ആ ശ്യാമളം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറന്നോ? 5 സുന്ദരികളുടെ വാഹനത്തിനുള്ളിൽ അവരെ കൂടാതെ വേറൊരു പെൺകുട്ടിയെ കണ്ടുവെന്നാണ് അവൻ പറഞ്ഞത്. ആ പെൺകുട്ടി ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടുമില്ല. റീനാമയുടെ കണക്കെടുപ്പിൽ ഇവിടെ നിന്നാരും ചാടിപ്പോയിട്ടില്ലല്ലോ. ഇല്ല, അവിടെയാണ് 5 സുന്ദരികളെ പറ്റി എനിക്ക് സംശയം തോന്നുന്നത്. 5നെയും ചുറ്റിപ്പറ്റി എന്തോ ചില പ്രശ്നങ്ങളുണ്ട്. അതൊന്നൊന്നായി പുറത്തു കൊണ്ടുവരണം.